ക്രൈസ്ത ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഒരു തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് അനുഭവ സാക്ഷ്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവെഴുത്ത് എന്ന് പറയുന്നത് യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 26-27 വാക്യമാണ്. അതിൽ 27-ാം വാക്യം ഞാനൊന്ന് വായിച്ച് അനുഭവ സാക്ഷ്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ തന്നെ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. എന്തുകൊണ്ടാണ് തിരുവെഴുത്ത് ദൈവവചനത്തിന് അടിസ്ഥാനം ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങളൊക്കെ കുറെ ദിവസമൊക്കെ നിന്ന് അതൊക്കെ മാറുമെങ്കിലും നമ്മുടെ ഒരു സാക്ഷിയെ മറ്റൊരു സാക്ഷിയെ ഉളവാക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് സാക്ഷ്യത്തിൽ കൂടെയും വചനത്തിൽ കൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രം ജില്ലയാണ്, വളർന്നത് പന്തളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനുശേഷം നേരെ ദുബൈയിൽ 10 വർഷത്തോളം ഷിപ്പിൽ ദുബായ് ട്രേഡോക്കിൽ ജോലി ചെയ്യുവാൻ ഇടയായി. അവിടെ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിളി ഉണ്ടായതും ദൈവഭാഗത്തേക്ക് വരുവാനിടയായതും. ഞങ്ങൾ CSI പാരമ്പര്യക്കാരായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഞങ്ങൾ ഓർമ്മയാകുന്ന കാലം തൊട്ട് പെന്തക്കോസ്ത് അനുഭവത്തിലായിരുന്നു. എങ്കിലും എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ദൈവം അതിന്റെ സമയമായപ്പോൾ ദൈവം വിളിച്ചു, വേർതിരിച്ചു. രക്ഷിക്കപ്പെട്ടു. ദുബായ് IPCയിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇറങ്ങിയ ആ സമയം മുതൽ പൂർണ്ണമായിട്ട് ജോലി രാജിവെച്ച് പൂർണ്ണമായിട്ട് കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുകയും കേരളം, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി 4 സംസ്ഥാനങ്ങളിലായി എനിക്ക് കിട്ടിയ ദർശനപ്രകാരം കർത്താവിന്റെ വയലിൽ ഞങ്ങൾ ടീമായിട്ട് പോയി അധ്വാനിക്കുകയും ന്യൂ ഹോപ്പ് മിസ്ബ പ്രയർ ഫെലോഷിപ്പ് എന്നുള്ള ചെറിയൊരു സംഘടന രൂപീകരിച്ച് വിശ്വാസത്താൽ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും 57-ലധികം പാസ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ കൃപയാൽ അനേകരെ നേടുവാൻ, അനേകായിരങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അനേക ആത്മാക്കളെ നേടി ഓരോ സ്ഥലങ്ങളിൽ ഓരോ ചെറിയ ചെറിയ സഭകൾ സ്ഥാപിച്ച് കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുവാൻ ദൈവം ഇന്നുവരെയും കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് ഒരാത്മാവിനെ നേടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 25 വർഷത്തോളം കോഴിക്കോടിന്റെ പ്രദേശത്തായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സ്വന്തം നാടായ കാട്ടാക്കടയിൽ ആയിരുന്നു കൊണ്ട് വിവിധ ഇടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. അടിയന്റെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ, 3 മക്കള്, 3 ആൺപിള്ളാരെ ദൈവം തന്നു. കുഞ്ഞുങ്ങൾ 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമൊക്കെ നോക്കിയത് കൊണ്ട് ഒത്തിരി വിവാഹമൊക്കെ ഇച്ചിരി ലേറ്റായി പോയി. എന്നാലും ദൈവകൃപയാൽ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ കടന്നു പോകുവാനും ഒക്കെ ദൈവം സഹായിച്ചു. വലിയ പഠിപ്പും പ്രതാപവും ഒന്നും ഇല്ലാത്ത അടിയന് ലണ്ടനിൽ പോയി 10-12 മാസത്തോളം ശുശ്രൂഷിപ്പാനും, ആ കൊറോണ കാലൊക്കെ ലണ്ടനിലായിരുന്നു. ദൈവകൃപയാൽ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടായെങ്കിലും അവിടെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ, ഒരു പനി പോലും വരാതെ സ്വർഗത്തിൽ ദൈവം നാട്ടിലെത്തിച്ചു. അങ്ങനെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. മരണത്തോട് മല്ലടിച്ച് ഡോക്ടർമാർ വിധി എഴുതിയ മരിച്ചു
എന്ന് പറഞ്ഞ് വിധി എഴുതിയ ആ കുഞ്ഞിനെ പോലും പ്രാർത്ഥിച്ച് അവന് ജീവൻ തിരിച്ചു കിട്ടുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ലണ്ടനിൽ ഡോക്ടറാണ്. ഡോക്ടർ ജസ്റ്റിൻ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. തിരുവചനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ എന്റെ സുവിശേഷം ലോകമെങ്ങും എത്തണം. കർത്താവിന്റെ സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുക എന്ന ദൗത്യത്തോടുകൂടെ ഓരോരുത്തരും വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്നുണ്ട്. അവരവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അവരവർ ചെയ്യുന്നുണ്ട്. അതിനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് ഇറങ്ങിയ ആരും ഇന്ന് വരെ ലജ്ജിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രോസ്പെരിറ്റിയുടെ ഒരു അനുഭവം മാത്രമല്ല. യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഘട്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഫിലിപ്പിയർ 1:29 പറയുന്നു, അത് ദൈവം തന്നെ വച്ചതാകുന്നു. ക്രിസ്തു യേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, ഘട്ടം സഹിപ്പാനും ഞാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കട്ടതയുണ്ട്, ഇല്ലെന്നല്ല, പ്രതിസന്ധികളുണ്ട്. അതിനു മധ്യത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരണം ഈ ലോകത്തിൽ ഘട്ടമുണ്ട്. കാരണം കട്ടതയില്ലാത്ത നാട്ടിൽ പോകണമെങ്കിൽ കട്ടതയിൽ കൂടെ പോയേ പറ്റത്തുള്ളൂ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 14:22 പറയുന്നു, നാം അനേക ഘട്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. എന്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. 3 വിധ ലജ്ജയെ കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് പറയുവാനായി താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ ലജ്ജ എന്ന് പറയുന്നത് സമൂഹത്തിലെ ലജ്ജയാണ്. രണ്ടാമത്തെ ലജ്ജ എന്ന് പറയുന്നത് കുടുംബപരമായിട്ടുള്ള ലജ്ജയാണ്, കുടുംബജീവിതത്തിലെ ലജ്ജയാണ്, കുടുംബപരമായിട്ടുള്ള ലജ്ജയാണ്. മൂന്നാമത്തെ ലജ്ജ എന്ന് പറയുന്നത് വ്യക്തിപരമായ ലജ്ജയാണ്. ഈ അനുഭവങ്ങളിൽ കൂടെ പോകാത്ത ആരുമില്ല. അടിയനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ അനുഭവത്തിൽ കൂടെ പോകുന്നവരാണ്. പുറപ്പാട് ദിവസം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ചെങ്കടലിന്റെ കരയിൽ വന്നു. ദൈവം പുറപ്പാട് ദിവസം 14:21 പറയുന്നു, ദൈവം മോശയോട് പറഞ്ഞു, കര നീട്ടുവാൻ പറഞ്ഞു, കടലിന് നേരെ കര നീട്ടുവാൻ പറഞ്ഞു. ജനം പിറുപിറുക്കുവാൻ തുടങ്ങി. മോശയ്ക്കെതിരെ കല്ല് എടുത്ത് എറിയുവാൻ തുടങ്ങി. ഞങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവർ പിറുപിറുക്കുവാൻ തുടങ്ങി. എന്താണ് അവർ പിറുപിറുക്കുവാനും കല്ലെടുക്കുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, വളരെ പ്രതീക്ഷയോടുകൂടെ കനാൻ ദേശത്ത് എത്താമെന്ന് വിചാരിച്ച് ഇറങ്ങി വന്ന ദൈവജനത്തിന് മുൻപിൽ വന്നത് ചെങ്കടലാണ്. വളരെ പ്രതീക്ഷയോടുകൂടി അവരവിടെ നിന്ന് ഇറങ്ങി വന്നത്. അങ്ങനെ അവർ പൂർവന്മാർ അധ്വാനിച്ചതിന് സകലതും നന്മകളുമായി അവിടുന്ന് വന്ന് സന്തോഷത്തോട് വരുമ്പോൾ മുൻപിൽ ചെങ്കടൽ വന്നു. പുറപ്പാട് ദിവസം 15:9 പറയുന്നു, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും, വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. മുൻപിൽ ചെങ്കടൽ വന്നു, പുറകിൽ ഫറവോനും സൈന്യവും വന്നു. വെല്ലുവിളികൾ അവിടെയാണ് കിടക്കുന്നത്. സമൂഹത്തിലെ ലജ്ജ. നീ മുൻപോട്ടൊന്ന് പോകുന്നത് കാണട്ടെ. ചരിത്രം കണ്ടതിൽ ഇന്ന് വരെയും ഈ ചെങ്കടൽ മാറിയിട്ടില്ല എന്നുള്ള വെല്ലുവിളികളുമായി ദൈവജനത്തിനെതിരെ ശത്രു വരുമ്പോൾ, പിന്തുടർന്ന് വരുമ്പോൾ, പുറപ്പാട് ദിവസം 14:13-14 പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്,
മുൻപോട്ട് പോവുക. ഇന്ന് കണ്ട മിസ്രൈമ്യരെ ഒരു നാള് കാണുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുകയാണ്. പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നാം പുറകോട്ട് പോകാറുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, ദൈവദാസന്മാർ, ദാസിമാർ, ഏത് പ്രതിസന്ധിയിലും കർത്താവാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചതെങ്കിൽ മുന്നോട്ട് നയിക്കുവാൻ മുൻപടയായി, യെശയ്യാ 52:12 പറയുന്നത് പോലെ മുൻപടയായി പിൻപടയായി കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് കൂടെ ഉണ്ടാകും. വിളിച്ചിറക്കിയിട്ട് വഴിയിൽ വെച്ച് തള്ളിക്കളയുന്നവനല്ല കർത്താവെന്ന് എന്റെ ജീവിതത്തിലും മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അനേക പ്രതിസന്ധികൾ, ഞങ്ങൾ കോഴിക്കോടിന്റെ പ്രദേശത്തായിരിക്കുമ്പോൾ അനേക പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലും കടന്നു വന്നു. എല്ലാവരും തള്ളപ്പെട്ട് ഒറ്റപ്പെടുത്തി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ആരും സഹായിക്കുവാനില്ലാതെ ഒറ്റപ്പെട്ട് ഞങ്ങൾ കുടുംബമായി ആ ദേശത്തായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഞാൻ ദുബായ് ട്രാഡോക്കിൽ ജോലി ചെയ്യുമ്പോൾ, ഷിപ്പിൽ ജോലി ചെയ്യുമ്പോൾ, അവര് ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് എപ്പോഴും പറയുമായിരുന്നു. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ സഭാപ്രസംഗി 7:8 പറയുന്നു, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലതാണ്. അവര് പറയുന്നത് ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ. എന്നാൽ സഭാപ്രസംഗി ജ്ഞാനിയായ സോളമൻ പറയുന്നത് എക്ലീസിയാസ് ചാപ്റ്റർ 7:8 പറയുന്നു, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. പാട്ടുകാരൻ പാടിയതുപോലെ ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. വിശുദ്ധ ബൈബിൾ തിരുവെഴുത്തുകളെ നാം ആധികാരികമായി ധ്യാനിച്ചാൽ ഒരു മനുഷ്യൻ എങ്ങനെ നല്ലൊരു ജീവിതം നയിക്കാമെന്ന് മാത്രമല്ല, എങ്ങനെ നല്ലൊരു മരണം ലഭിക്കുമെന്ന്, നല്ലൊരു മരണം കിട്ടുമെന്നും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാന് 10-40-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ഈരടികൾ ഞാൻ തന്നെ പാടും. 3 പാട്ട് ആരാധ്യൻ എന്ന് പറഞ്ഞ 3 പാട്ട് ലണ്ടനിലുള്ള ജസ്റ്റിൻ എന്ന് പറഞ്ഞ സഹോദരൻ കാശ് മുടക്കി 3 പാട്ട് ഇറക്കി. ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും, ഒരിക്കലി പവനം വിട്ട് അകന്നു പോകും, ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും, ഒരിക്കലി പവനം വിട്ട് അകന്നു പോകും. സ്വർഗത്തിലേക്കാണോ പോകുന്നത്, അതോ നരകത്തിലേക്കാണോ പോകുന്നത്? ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും, ഒരിക്കലി പവനം വിട്ട് അകന്നു പോകും. ചിന്തിക്കേണ്ട സമയമെല്ലാം അടുത്തു വന്നു, ചിന്തിക്കാതെ പോയിടല്ലേ സോദരങ്ങളെ, ചിന്തിക്കേണ്ട സമയമെല്ലാം അടുത്തു വന്നു, ചിന്തിക്കാതെ പോയിടല്ലേ സോദരങ്ങളെ, ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും, ഒരിക്കലി പവനം വിട്ട് അകന്നു പോകും. ഒന്നാമത്തെ ലജ്ജ സമൂഹത്തിലെ ലജ്ജയാണ്. ശത്രു വെല്ലുവിളിച്ച് ദൈവജനത്തിനെതിരെ വരുമ്പോഴും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോഴും ചെങ്കടൽ മുൻപിൽ വരുമ്പോഴും ഒരു മോശ ഇതുപോലെ തന്റെ ശുശ്രൂഷയുമായി മുൻപിൽ നിൽക്കുവാനുണ്ടോ? ഏത് ചെങ്കടലും 2ആയി മാറുവാൻ ഇടയാകും എന്ന് ഉറപ്പിച്ചു പറയുക.
ഇനി നമ്മളൊക്കെ പ്രസംഗിച്ച് കേട്ടോ ചെങ്കടൽ രണ്ടായി എന്ന്, വെള്ളം രണ്ടായി പിരിഞ്ഞു ഒരു പാതയിൽ കൂടെ പോയെന്നല്ലേ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ യെശയ്യാപ്രവചനം 11:15 പറയുന്നുണ്ട്, പ്രവാചകൻ കാണുന്നത് മോശ വടി നീട്ടി, പുറപ്പാട് പുസ്തകം 14:21, ദൈവം മിസ്രയീം കടലിനെ ഓങ്ങിയടിച്ചു 7 കൈവഴികളായി പിരിഞ്ഞു എന്ന, 7 കൈവഴികളായി പിരിഞ്ഞു എന്നാണ് തിരുവെഴുത്തിൽ കിടക്കുന്നത്. അപ്പൊ ഒരു വഴി തടഞ്ഞു നിന്നാൽ അപ്പുറത്ത് 7 വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവജനം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, കട്ടതയില്ല, പ്രതിസന്ധികളില്ല, ശോധനയില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ധൈര്യത്തോടെ പ്രതിസന്ധികൾ വരുമ്പോ പുറകോട്ട് പോകരുത്. 34 സങ്കീർത്തനം 5 വാക്യം പറയുന്നത് പോലെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്ത നിങ്ങളെ ഒരിക്കലും ലജ്ജിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. രണ്ടാമത്തെ ലജ്ജയാണ് കുടുംബ ജീവിതത്തിലെ ലജ്ജ, അല്ലെങ്കിൽ കുടുംബത്തിനകത്തെ ലജ്ജ എന്ന് പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ബേഥാന്യയിലെ ലാസറിന്റെ ഭവനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. മരിച്ച് 4 ദിവസമായിട്ടും കർത്താവ് വന്നില്ല. 4-ാം ദിവസമാണ് വന്നത്. 4 ദിവസം എന്ന് പറയുമ്പോൾ 3-ാം ദിവസം വരെ വന്നില്ല. 4-ാം ദിവസം കർത്താവായ യേശു ക്രിസ്തു വന്നു. വന്നിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? പലരും കളിയാക്കി കാണും, യഹൂദന്മാർ കളിയാക്കി കാണും, നീ യേശു ക്രിസ്തുവിന്റെ പുറകെ പോയത് കൊണ്ടല്ലേ ലാസർ മരിച്ചത്? ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് കേട്ട് നിന്ദകൾ അനുഭവിച്ച ഒത്തിരി സഹോദരന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. അവർക്കൊരു ആത്മീയ പ്രചോദനത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. ലോകത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ, 10,000 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, ലക്ഷങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ശൂന്യതയാണ്. കർത്താവ് ഇല്ലാത്ത പടക് ശൂന്യതയാണ്. കർത്താവ് ഇല്ലാത്ത യാത്ര പ്രതികൂലം നിറഞ്ഞതായിരിക്കും. എന്നാൽ കർത്താവ് കൂടെയുള്ള യാത്രയില് ഏത് പ്രതികൂല കാറ്റുകൾ അടിച്ചാലും അടയാമനയാ സംഭവം, ഏത് പ്രതിസന്ധികളും കടന്നു വന്നാലും കർത്താവ് മുൻപിലുണ്ടോ, പിൻപടയായുണ്ടോ, ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, യെശയ്യാ 41:10 പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഒരാളെ ഉള്ളൂ, നസ്രേനായ യേശു ക്രിസ്തുവിനെയാണ്. കർത്താവിനെ ഞങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവ് ഞങ്ങളെ ഉയർത്തും. അതാണ് പ്രമാണം. അങ്ങനെ ലാസറിന്റെ ബേഥാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ഒരു മരണം നടന്നു. മരണം നടക്കുമ്പോൾ യേശുക്രിസ്തു സ്നേഹിച്ച ഭവനം, യേശുക്രിസ്തുവിനെ സ്നേഹിച്ച ഭവനം, അവിടെ ഒരു കട്ടത വന്നപ്പോൾ, അവിടെ ഒരു മരണം നടന്നപ്പോൾ കർത്താവ് 4-ാം ദിവസം വന്നു. അവരെ ഉറപ്പിച്ചു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന വചനപ്രകാരം പറഞ്ഞതിനനന്തരം കർത്താവ് കല്ലറയ്ക്കൽ ചെന്നു. ദൂത് പ്രവചനാത്മാവിൽ പറയാം, താമസിച്ച് ഏത് കാര്യം നടന്നിട്ടുണ്ടോ,
അത് ശ്രേഷ്ഠമായതേ കിട്ടിയിട്ടുള്ളൂ. കാരാഗ്രഹത്തിൽ കിടന്ന യോസഫ് പാനപാത്രവാഹനം അപ്പക്കാട് പ്രമാണിക്കൊക്കെ ദൂത് പറഞ്ഞ് അവര് നേരെ വിടുതൽ പ്രാപിച്ചു പോയി. പക്ഷേ യോസഫ് 2 വർഷം കൂടെ കടന്നു. പക്ഷെ യോസഫാണ് ഭക്ഷ്യമന്ത്രിയായി മാറിയത്. പെനിന്നയ്ക്ക് 10 ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ പെനിന്നയ്ക്ക് 10 മക്കൾ ഉണ്ടായപ്പോൾ ഹന്നായ്ക്ക് ഒരു കുഞ്ഞിനെ പോലും കിട്ടിയില്ല. പക്ഷേ ലഭിച്ചപ്പോൾ ശ്രേഷ്ഠമായത് ദൈവം കൊടുത്തു. ശ്രേഷ്ഠമായ ദാൻ മുതൽ ബേർശേബ വരെ പ്രവചിക്കുന്ന ശമൂവേൽ പ്രവാചകനെ ദൈവം കൊടുത്തു. കർത്താവ് 4-ാം ദിവസം വന്നത്, കല്ലറയ്ക്കൽ വന്നത്, യേശുക്രിസ്തുവിന്റെ വലിയ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാനാണ്. നിങ്ങളെ ആര് കളിയാക്കട്ടെ, വീട്ടിൽ കഷ്ടങ്ങൾ, ശോധനകൾ, പ്രതിസന്ധികളൊക്കെ വരട്ടെ, യേശു കൂടെ ഉണ്ടോ? ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. യേശുക്രിസ്തു കൂടെ ഉണ്ടോ? പേടിക്കേണ്ട കാര്യമില്ല. ഇത്രത്തോളം ഉറപ്പ് തരുന്ന ഒരു ദൈവം. സഫന്യ 3:17 പറയുന്നത് പോലെ, ഞാൻ രക്ഷിക്കുന്ന വീരനായി നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. യെശയ്യാ 43 പഠിക്കുമ്പോൾ 1 മുതൽ 5 വരെ പഠിക്കുമ്പോൾ, വെള്ളത്തിൽ കൂടെ കടന്നാൽ, തീയിൽ കൂടെ കടന്നാൽ ഒന്നും നിങ്ങളെ വെള്ളം മുക്കി കളയില്ല, അഗ്നിജ്വാല ദഹിപ്പിക്കുകയില്ല. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും കൂടെ ഉള്ള ഒരു കർത്താവ്. എന്റെ ചിന്താവിഷയം, എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല. വേദാന്യയിലെ മാർത്തയ്ക്കും മറിയയ്ക്കും ക്രിസ്തു യേശുവിൽ ആശ്രയിച്ചത് മൂലം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുത്ത അതേ ദൈവം എന്ന് നിങ്ങൾ നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് കരയുന്നുവോ, തിരിച്ചു തരുവാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ നഷ്ടപ്പെട്ട സന്തോഷത്തെ കർത്താവ് തിരികെ കൊടുത്തു. കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിയിട്ട് കർത്താവ് വഴിയിൽ വെച്ച് തള്ളിക്കളയത്തില്ല, വഴിയിൽ വെച്ച് തകർക്കത്തില്ല. 3-ാമത്തെ ചിന്തയാണ് വ്യക്തിപരമായ ലജ്ജ. വ്യക്തിപരമായ ലജ്ജയിൽ കൂടെ കടന്നുപോയവരാ എന്നെ കേൾക്കുന്നവർ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെ വായിക്കുമ്പോൾ, ഒരു ബർത്തിമായി, കുരുടനായ ബർത്തിമായി വിളിക്കുന്നു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നിലവിളിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നവർക്ക് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങളും ആ ബർത്തിമായെ പോലെ നിങ്ങൾ നിലവിളിക്കുന്നവരായിരിക്കാം, കരയുന്നവരായിരിക്കാം. ജോലി മേഖലകളിൽ, കുടുംബജീവിതത്തിൽ, തലമുറകൾക്ക് വേണ്ടി കരയുന്നവരായിരിക്കാം, നിലവിളിക്കുന്നവരായിരിക്കാം. മറ്റുള്ളവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും മിണ്ടാതിരിക്കരുത്. വിളിക്കുന്നത് യേശുവിനെയാണ് വിളിക്കുന്നത്. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു എന്നാണ് അവിടെ കിടക്കുന്നത്. എന്താണ്? യേശു അത്യുച്ചത്തിൽ വിളിച്ചപ്പോൾ, യേശുവേ ദാവീദ് പുത്ര എന്ന് അത്യുച്ചത്തിൽ വിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു. എന്നിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞവരോട് പറഞ്ഞു, അവനെ പോയി വിളിക്കുവാൻ പറഞ്ഞു. അവർ 3 കാര്യം പറയുന്നു. ധൈര്യമായിരിക്കുക, 2 എഴുന്നേൽക്ക, 3 യേശു നിന്നെ വിളിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു വിളിക്കുന്നു, യേശു സ്നേഹിക്കുന്നു. ജാതിമത സംഘടന വ്യത്യാസമെന്നെ എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്ക. ഏത് വിഷയത്തിലാണ് നിങ്ങൾ എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നുവോ? കടഭാരത്തിലാണോ? കുടുംബജീവിതത്തിലാണോ? തലമുറകളുടെ വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത്? ഭാരപ്പെടണ്ട. കർത്താവ് പറയുന്നു, അവരെ വിളിപ്പിൻ. അവർ പറയുന്നു, ഒരിക്കൽ നിന്നെ മിണ്ടാതാക്കിയവരെ കൊണ്ട് തന്നെ വിളിപ്പിക്കുന്ന ഒരു കർത്താവ്. മിണ്ടരുതെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു. പുതപ്പം ഇട്ടിട്ട് കർത്താവിന്റെ അരികിലേക്ക് ചെന്നു. പാരമ്പര്യത്തിന്റെ പുതപ്പുകളൊക്കെ ഇട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് വിശ്വാസ സ്നാനം കൈക്കൊണ്ട് നമുക്ക് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഈ ലോകത്തിൽ എന്നാലും പാടിയതുപോലെ ഒരിക്കലും നമ്മൾ ഈ ലോകം വിട്ടു പോകണം. ആരും കൂടെ കാണത്തില്ല, ആരും കൂടെ വരത്തില്ല, ഒന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. പത്രോസ് എഴുതിയ 1 ലേഖനം 5-6-7 വാക്യത്തിൽ പറയുന്നത് പോലെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്
അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. 3 ലജ്ജ. 1, സമൂഹത്തിലെ ലജ്ജയിൽ കൂടെ കടന്നു പോകുന്നവരാണോ? കുടുംബ ജീവിതത്തിലെ ലജ്ജയിൽ കൂടെ കടന്നു പോകുന്നവരാണോ? വ്യക്തിപരമായ ലജ്ജയിൽ കൂടെ കടന്നു പോകുന്നവരാണോ? കർത്താവ് പറയുന്നു, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, സമർപ്പിക്കാം. എല്ലാ മഹത്വവും പുകഴ്ചയും അവിടെ നിന്ന് എടുക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ. അബണ്ടല്ലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.